ഹരേ കൃഷ്ണ. ഭഗവാൻ ഗീതയിൽ പറയുന്നു, മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മീകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. അതായത് മഹർഷിമാരിൽ ഭൃഗുവും വാക്കുകളിൽ ഓംകാരവും ചിത്തശുദ്ധിക്കായുള്ള യജ്ഞങ്ങളിൽ ജപവും സ്ഥാവര ദൃശ്യങ്ങളിൽ ഹിമാലയവും ഭഗവാനാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഓംകാരം ഭഗവാനാണ്. അതുപോലെ ഈ താപസികളൊക്കെ ഓരോ സിദ്ധിക്കായിട്ട് തപസ് ചെയ്യുന്ന ഹിമാലയവും ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ ജപങ്ങളിൽ നാമജപം, യജ്ഞങ്ങളിൽ നാമജപം. അതുകൊണ്ട് നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമായ നാമജപവും ഭഗവാൻ തന്നെയാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ഏറ്റവും എളുപ്പമായ മാർഗവും നാമജപമാണ്. പറ്റുന്നവരൊക്കെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഹരിനാമകീർത്തനം ചൊല്ലുക. ഇനി അതുമല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു 12 നാമങ്ങൾ നമ്മുടെ ആത്മരക്ഷയ്ക്കായിട്ട് പറയുന്നുണ്ട്. അതിതൊക്കെയാണ്: കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ. ഈ 12 നാമങ്ങളും നമ്മൾ ഓം ചേർത്ത് ജപിക്കുമ്പോൾ അത് നമ്മുടെ ആത്മരക്ഷയ്ക്കും നമുക്ക് സർവ്വമംഗളത്തിനും ഈ 12 നാമങ്ങൾ നിത്യവും ജപിക്കുക. അത് വിഷ്ണു സഹസ്രനാമം ജപിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരോടാട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കലിയുഗത്തിൽ ഭഗവാന്റെ ഒരു സേവയായിട്ട് ഈ നാമങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുള്ള ഒരു വഴിയാണ്. അതുപോലെ തന്നെ എല്ലാവരും പരമാവധി നാമം ജപിക്കുക. സർവ്വ ദോഷങ്ങളിൽ നിന്നും സർവ്വ ദുഃഖങ്ങളിൽ നിന്നും സർവ്വ പാപങ്ങളിൽ നിന്നുമൊക്കെ മുക്തരാകാനും സർവ്വമംഗളങ്ങൾ ലഭിക്കാനും ഭഗവാന്റെ ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാനും ഒക്കെ നാമജപം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ എല്ലാവരും നാമമൊക്കെ ജപിക്കുക. ഹരേ കൃഷ്ണ.